നമ്മൾ ആദ്യമായിട്ട് ട്രോളി വാങ്ങിച്ചത് ബ്യൂട്ടിഫുൾ കളർഫുൾ ഐറ്റം. ഇതൊക്കെ ഇഷ്ടപ്പെട്ടെ. ഭയങ്കര വിലയൊന്നുമില്ല. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ സുഹൃത്തുക്കളെ. അപ്പോ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ് മുതലേ? അപ്പൊ ഗൈസ് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ സുഹൃത്തുക്കളെ. ഒരു വർഷം അങ്ങോട്ട് തുടങ്ങാൻ വേണ്ടി പോവാണ് എന്റെ പൊന്ന് ഗൈസ്. മലയാളത്തെ ആശംസിക്കാൻ വന്ന് ആശംസിച്ചാണ്. മലയാളത്തിൽ പിന്നെ ഹിന്ദിയിലാണ് ഞാൻ ആശംസിച്ചത്. ഹാപ്പി ന്യൂ ഇയർ എന്നല്ല മലയാളത്തിൽ പറഞ്ഞാണ്. പുതുവത്സര ആശംസകൾ. ഞാൻ വിചാരിച്ചു നീന്ന് പറഞ്ഞാണ് പുതുവത്സരാശംസകൾ. വൈപ്പർ ഇടണ്ട. പിന്നെ എന്തിനാ ഇട്ടത് ഇപ്പൊ വൈപ്പർ? മത്സരം പറഞ്ഞപ്പോ ഈ വർഷം എല്ലാവർക്കും നിങ്ങൾക്ക് ഈ ഇറങ്ങാനുണ്ടായിരുന്ന താഴെ കമന്റ് ചെയ്യണേ. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വർഷം എന്ന് പറയുന്നത് അടിപൊളി കിടിലൊരു വർഷമായിരുന്നു. എല്ലാം നിറഞ്ഞൊരു വർഷം. എല്ലാം മറക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. നമ്മളെ വീട് വാങ്ങിച്ചതും കുഞ്ഞു വന്നതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മറക്കാൻ പറ്റാത്തൊരു വർഷമായിരുന്നു. ഏറ്റവും വലുത് കുഞ്ഞു വന്നതാ, അവന്റെ മുഖം കണ്ടത്. ഇവിടെ ആണെങ്കിൽ ന്യൂ ഇയറിനും ക്രിസ്മസിനൊന്നും അടുക്കാൻ പറ്റത്തില്ല. വണ്ടിയും കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഒന്നും പോകാൻ പറ്റില്ല. ഭയങ്കര ക്രൗഡാ. അപ്പൊ ഇന്ന് ഇച്ചിരി തിരക്ക് കുറവുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇറങ്ങണ്ട ഒരു 5 മണി ടൈം ആണെങ്കിൽ ഇതിലും തിരക്കാം. അപ്പൊ ഇന്ന് പോയിട്ട് നമുക്ക് മാറ്റ് വാങ്ങണേ. നമുക്ക് മാറ്റ് നമ്മൾ വീട്ടിലോട്ടൊന്നും മാറ്റ് വാങ്ങിച്ചിട്ടില്ല. ഫാൻ വാങ്ങിക്കണം. അത് ഈ ഒരു ബിൽഡിംഗ് റോഡിന്റെ നടുക്ക്. ഈ വഴി തെറ്റിപ്പോയി. എങ്ങോട്ടാ? നേരെ അവിടെ ബോർഡ് വെച്ച് പറഞ്ഞു വെച്ചേക്കുന്നത് വഴി ഇപ്പൊ തെറ്റിയത്. ഇല്ലേ ഈ ഒരു ബിൽഡിംഗ് ഈ റോഡിന്റെ നടുക്ക് നിക്കുന്നതായിട്ടൊരു ഫീൽ ഇല്ലേ? അല്ല ആ സൈഡിനാ നിക്കുന്നത്. കണ്ണ് കണ്ടുകൂടെ എന്തോ. അല്ല ഒരു ഫീൽ ഇല്ലേ? എനിക്കൊരു ഫീലും തോന്നുന്നില്ല. നടുക്കൊന്നുമല്ല, കറക്റ്റ് ആ സൈഡിലോട്ട് മാറി. അല്ല നമ്മൾ അവിടുന്ന് വരുമ്പോ അങ്ങനെ ഉണ്ട്. ചുമ്മാ ചുമ്മാ തള്ളി വിടുന്ന. ഇല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് അങ്ങനെ തോന്നി. നിനക്ക് ഫ്ലാറ്റ് ജീവിക്കണമെന്നുണ്ടായിരുന്നു. ഇല്ല ഇല്ല. എന്താ നമ്മൾ ആദ്യം നമ്മളെ ഫ്ലാറ്റ് ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്തായിരുന്നു. പിന്നെ ആ ഒരു ലൈഫ് നമ്മൾ ഇത്ര നാൾ അങ്ങനെ ഒരു ലൈഫ് ജീവിച്ചു വന്നതല്ല. നമ്മള് കുറച്ചാള് കഴിഞ്ഞ് അഡ്ജസ്റ്റ് ആയി പോയേനെ. പക്ഷേ വീട് മുറ്റം അതൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മളെ മൈൻഡ് അതായത്. പക്ഷേ ഭയങ്കര ഡിപ്രസിയേഷൻ ആണ് ഫ്ലാറ്റിൽ. എന്ന് വെച്ചാൽ ഡിപ്രഷൻ അല്ല, എന്ന് വെച്ചാൽ വില കുറയുമെന്ന്. കുറച്ച് കഴിയുമ്പോൾ അത് കൊടുത്ത വില പോലും കിട്ടത്തില്ല. ഈ കാർ ഇപ്പൊ നമ്മള് 8 ലക്ഷം രൂപയ്ക്ക് കാർ വാങ്ങിച്ചിട്ട് 10 വർഷം കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ അതിന്റെ പാതി വില പോലും കിട്ടത്തില്ലല്ലോ. ഉണ്ട്. അങ്ങനെ ഒരു വാക്കില്ലെങ്കിൽ നോക്ക് ഡിപ്രഷൻ. ഡിപ്രഷൻ അത് ഡിപ്രഷൻ അമ്മ. അമ്മയുടെ മോൻ കണ്ടിട്ടാ എനിക്കിപ്പോ ഡിപ്രഷൻ ആണ് തോന്നുന്നത്. അമ്മയുടെ മോൻ കണ്ടിട്ട്. മ്യൂസിക് ഇടണ്ട, ഞാൻ ഇട്ടോളാം മ്യൂസിക്. ഇനി അത് ഷോട്ട് എടുത്താൽ മതി. നീ പറയുമ്പോ ഓവർടേക്ക് എനിക്കില്ല. ആരും ഞാൻ നിന്റെ പതുക്കെ പോകുന്നു. കുഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. ഞാൻ 40 കൂടുതൽ കൂട്ടത്തിൽ. സൂപ്പർ കാറ്റ് കേട്ടോ ഇവിടെ. ഓ ഇതോ അവിടെ ഒരു കുളം. എന്നാ കൊട്ട വെയില. വാ കിളിച്ചോണ്ടിരിക്കാൻ നമുക്ക് പോയി ഷോപ്പ് ചെയ്യാം. ഗൈസ് നമ്മുടെ ഫസ്റ്റ് ടൈം ലുലു വിസിറ്റ്. അയ്യോ അടങ്ങിപ്പോയോ? എന്നിട്ട് ലുലു കാണു. അമ്പൂട്ട് ആദ്യമായിട്ടാട്ടോ നമുക്ക് ലുലു മോളിൽ വരുന്നത്. അതാ ഞാൻ ആലോചിച്ചു. നമ്മൾ അന്ന് വന്നപ്പോ കുഞ്ഞിനെ കൊണ്ടുവന്നില്ല. ആദ്യമായിട്ടാ. ഇത് ഫസ്റ്റ് ടൈമാ. മൃദുലേക്ക് ചെരുപ്പ് വാങ്ങണം. മൃദുലയുടെ ചെരുപ്പ് കണ്ട ഗൈസ്. ഈ കൂറ ചെരുപ്പ് ഇത് കണ്ട ആൾക്കാരെന്നെ ഓട്ടിക്കും. കാരണം ഇത് ഞാൻ എന്നാ വാങ്ങിച്ചേന്ന് അവർക്ക്. പക്ഷേ കീറുന്നില്ല, പന്നിലാവുന്നില്ല. നമ്മളൊക്കെ പണ്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചു. എന്നെ എല്ലാരും വഴക്കുറയാണ് മൃദുലേക്ക് ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാത്ത. ഞാൻ എപ്പോഴും വരും പറയും ഈ ബ്ലഡി ഫുൾ ആണ് വാങ്ങാതെ സമ്മതിക്കാത്ത. ഞാൻ എപ്പോഴും പറയും വാങ്ങുന്നു. ഇതിന് പന്നലായിട്ടില്ലല്ലോ, അതുകൊണ്ടാ വാങ്ങിക്കട്ടെ. ഇത് നശിക്കുമ്പോ പണ്ടൊക്കെ അങ്ങനെ നശിച്ചു കഴിഞ്ഞാൽ പുതിയത് വാങ്ങിക്കത്തോളാം. അമ്മ ഇന്ന് ഫ്രീ കിട്ടിയതാണ്. ഇത് വെച്ച് നമുക്ക് ചായ മേക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. തേയിലയുടെ ഒരു സാധനം അവിടുന്ന് ഫ്രീ ന്യൂ ഇയർ ആയിട്ട് ഓഫർ. എന്ത് വാങ്ങിച്ചാലും ഒരു ഫ്രീ തരുന്നതോ. അമ്മയ്ക്ക് വേണമെന്ന് എടുത്തോ. ആ തേയില കിട്ടുന്നു. ഓഫർ ഉണ്ടോ? 2 പാക്കറ്റ് തേയില കിട്ടും. അല്ലെന്ന് 2 പാക്കറ്റ് തേയില കിട്ടും. ഇത് താഴെ കൊണ്ട് കൊടുത്ത 2 പാക്കറ്റ് തേയില കിട്ടും. നമ്മക്ക് വേണ്ട. തെമ്മല വീട്ടിൽ പോകുമ്പോ കൊണ്ടുപോവാം. തേയില ഇരിപ്പുണ്ടാ. ഇത് അവിടെ ഓർഡർ കൊടുത്ത അവിടെ ഓർഡർ ആകുമ്പോ അലാറം അടിക്കും. അപ്പൊ നമ്മള് പോയത് വാങ്ങിക്കണം. പക്ഷെ എന്തോന്ന് മനസ്സിലായില്ല. എന്തോ ഒരു സാധനമാണ് മനസ്സിലായി. എന്തോ സാധനം അറിഞ്ഞുകൂടാതെ. അവിൽ മിൽക്ക് കുടിച്ചിട്ട് കൊറേ നാളായി. ഒരിടയ്ക്ക് നമ്മള് സ്ഥിരം മാറ്റിയിടേ. ഒരു മഞ്ഞ പാക്കറ്റ്. സ്ട്രോ ഇല്ല. സ്ട്രോ ഉണ്ട്. നല്ല തണുപ്പ് കുറവല്ലേ? പഴമുണ്ട്, അവിലുണ്ട്, നല്ല ടേസ്റ്റ്. ഓ മുതുക്ക് ക്രിസ്മസ് ട്രീ. എന്തുവാ ഇത്? അത് മേലിൽ എടുക്കണമായിരുന്നല്ലേ? കിടിലൻ ഗൈസ്.
അയ്യോ എത്ര സമയം എടുത്താണ് അല്ലേ സെറ്റ് ചെയ്ത് കിട്ടില്ലല്ലേ? നീ അശു ഇതിന്റെ അടുത്തൊരു എറുമ്പ് നിൽക്കുന്നവരുണ്ടോ? ഇതാരായി വരുന്നത്? ഇതിലോ കിടക്കുവോ? അവര് വാക്സിൻ ഒക്കെ ചെയ്ത് ഫുൾ ക്ലീൻ ഒക്കെ പറഞ്ഞു ഇതുവരെ 1.5 മാസമായ കുഞ്ഞാ. ഓടെ അവൻ അല്ലെങ്കിലേ തൊട്ടിലൊന്നും കിടക്കുന്ന ഇഷ്ടല്ല. നെറ്റുണ്ട്, ഇവിടെ നെറ്റുണ്ട്, ഇത്രയുണ്ട്. സെറ്റ് സെറ്റ് ബാബാ ചെറുക്ക സേഫായി നിന്നാലേ ഇത് ഉരുട്ടിക്കൊണ്ട് വാങ്ങണം. പക്ഷെ ഇവിടെ വരുമ്പോ ഇത് കൊണ്ടുവരുന്ന ജോലിയാ. ഇവിടെ വന്നിട്ട് ഇത് മണിക്കൂറിന് 100 രൂപ ഉള്ളൂ. ലാഭം അതാണ്. ബ്രേക്ക് ഉണ്ട് കേട്ടാ. ഇത് താപ്പോട്ടാക്കിയാലേ ലോക്കാവും, പിന്നെ വണ്ടി നീങ്ങൂല, കുഞ്ഞെങ്ങും പോകത്തില്ല. പിന്നെ തിരിച്ചിത് മേലോട്ടാക്കിയാലേ നീങ്ങത്തോളൂ. താമസിച്ചേ എല്ലാം നിന്ന് പഠിപ്പിച്ചല്ലേ വിട്ടേ. അവര് പല പഠിപ്പിച്ചിരിക്കും. ഇതാകുമ്പോ അവനൊരു ആട്ടോ ഒക്കെ കിട്ടും. വണ്ടി ഓടുമ്പോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. തിരക്ക് ഉറങ്ങട്ടെ, നമുക്ക് സുഖമായിട്ട് ഷോപ്പ് ചെയ്യാം, നമുക്ക് സാധനങ്ങളൊക്കെ പറക്കിയെടുക്കാം. എനിക്കൂടെ ഇതുപോലെ കിടക്കണോ? പണിയിക്കാം നമുക്ക്. ഒരു പാളക്കകത്തോ വല്ല അണ്ടാവിനകത്തോ അണ്ടാവേ നടുക്കുന്ന കീറിയിട്ടെ നമുക്ക് പണിയിക്കാം. ലുലുവിന്റെ മാനേജറോട് ഞാൻ സംസാരിക്കട്ടെ, ഇങ്ങനെ മുതുക്ക് ടീമൊക്കെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോന്നേ. അമ്മയ്ക്ക് ഒരെണ്ണം പണി തരാം ഞാൻ. ചിരിക്കണ്ട കേട്ടോ, ചിരിക്കണ്ട. ആള് വരുമ്പോ നടക്കാനൊക്കെ മടിയുള്ളവർക്ക് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. നടന്നു കഴിയുമ്പോ അറിയാം കാലഴപ്പ്. പതുക്കെ ഇറക്കണം, അല്ലെ ഉണരും. പതുക്കെ സൂക്ഷിച്ച്. നമ്മളിനി ആദ്യം കൊണ്ട് പോകുന്നത് ഫാഷൻ സ്റ്റോർ. ഷോപ്പിംഗ് തുടങ്ങി. ബ്ലാങ്കറ്റ് ആണോ നമുക്ക് ബെഡ്ഷീറ്റ് ആണോ വേണ്ടത്? ബെഡ്ഷീറ്റ്. ഗൈസ് ഞങ്ങൾ ഉണർന്നു. വണ്ടി വെറുതെ ആയെന്നാ തോന്നുന്നത്. മിക്കവാറും അമ്മ കയ്യിൽ എടുക്കേണ്ടി വരും. നോക്ക് നടക്കുന്നേ. കരയുന്നേ. മാറി മാറി ഓട്ടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അമ്മയും വണ്ടി ഓട്ടിക്കാൻ തുടങ്ങി. എനിക്ക് മാത്രം വണ്ടിയില്ല. പക്ഷേ ഇതൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചാലേ ഇപ്പൊ ശരിയാവത്തില്ല. പിന്നെ ഇതൊക്കെ കേട്ടോ, ഇതൊക്കെ അടിപൊളിയല്ലേ. ഫ്ലവർ വൈസ് സെറ്റ് പ്രീമിയം സാധനം. 900 രൂപ. 1000 രൂപ. അത്രക്കുള്ളതൊന്നും വേണ്ട. നമുക്ക് അത്രക്കുള്ള ആഡംബരങ്ങളൊന്നും നമുക്ക് വേണ്ട. എന്നാ വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കും. അങ്ങനെ നമ്മളിത് ഷോപ്പിംഗ് തകൃതിയെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിത് കംഫർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിനെ ഉരുട്ടുന്നു, നമ്മൾ സാധനങ്ങൾ ഉരുട്ടുന്നു, കുഞ്ഞിനെ ഉരുട്ടുന്നു, സാധനങ്ങൾ ഉരുട്ടുന്നു. അങ്ങനെ ഉരുട്ടി വന്നുകൊണ്ടിരിക്കുന്നു. ബേബി ഉള്ളില് എപ്പം കയറിയതാണെന്ന് അറിയാമോ ഗൈസ്? ഇവിടെ കയറിയാ പിന്നെ സമയം പോകുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മൾ ഇച്ചിരി സാധനം എടുക്കത്തേ ഉള്ളൂ. സമയമാണെങ്കിൽ 3-4 മണിക്കൂർ അങ്ങ് പോകുന്ന പോക്ക്. ഒരു രക്ഷയില്ല. ബില്ലടിച്ചിട്ട് വരാം കേട്ടോ. അടപ്പില്ലാതെ പ്ലേറ്റ് എന്തോ തേങ്ങ വാങ്ങിച്ചത്. നമ്മളാണ്ട ഒരു പ്രസ്റ്റീജിന്റെ ഒരു ഫുൾ സെറ്റ് എടുത്തിട്ടുണ്ട്. എനിക്കൊരു ബിരിയാണി കഴിക്കാൻ വീട്ടിൽ ബിരിയാണി വെച്ചോളാൻ വയ്യ. ബിരിയാണി വെക്കാൻ മൈക്രോവേവ് ഗ്രില്ലടിക്കാൻ. പിന്നെ അത് ഹെൽത്തിന് നല്ലതല്ലെന്ന് ഇങ്ങനെ പഠനങ്ങൾ തെളിയിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ OTGയും എയർ ഫ്രയറും എല്ലാം അതുപോലെ വെച്ച്. ഇല്ലെങ്കിൽ ഞാൻ എടുത്തേനേട്ടാ. വെറുതെ കണ്ട് ഇതും കൊള്ളാം. ബിരിയാണി വെക്കാൻ ഇതും കൊള്ളാം. സമയം കൊറേ പോയി. ഒരു വണ്ടി 3 പേരും വണ്ടിയാ അതിനകത്ത് പോകുന്ന. അതുകൊണ്ടേ സൂപ്പർ സാധനമാണ്, കിടില സാധനമാണ് കേട്ടോ. അമ്മ പോകുന്ന അതില് ഞാൻ കയറ്റി വിടാം. 2 വണ്ടി കൂടി ജോയിൻ ആവുന്നു. മാറങ്ങോട്ട്. ഇപ്പൊ എല്ലാവർക്കും ഓരോ വണ്ടിയാണ് കേട്ടോ. ഇത് ഫുൾ സാധനം. ഇതിനകത്തൊരു സാധനം ഉണ്ട്, അതെന്റത്. അതിനകത്ത് അമ്മ ഉരുട്ടുന്നു. അപ്പം ഇന്നത്തെ ഷോപ്പിംഗ് എന്തായാലും തകർത്തു സുഹൃത്തുക്കളെ. അയ്യേട്ടാ, ഇവര് രണ്ടുപേരും മേളിൽ വന്ന് മൊത്തം ക്യൂ ആയിരുന്നു. നമ്മളെപ്പോ കേറിയതാന്നറിയോ? ഞാൻ മോനെ. ഹേ ഗായ്സ്, അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മളിത് രാത്രി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി കിച്ചൺ ഓർഗനൈസേഷൻ ആണ്. ഒരു ഓർഗനൈസേഷൻ. അതെന്തൊരു ഓർഗനൈസേഷൻ? അതൊരു കവറിലൊക്കെ കിട്ടുന്നു. ഫുൾ സാധനങ്ങളാണ്. നമുക്ക് ഫുള്ള് അടുക്കി പറക്കി വെക്കണം.
ഇനി ഇല്ല. അതാണ് അത് വീട്ടിൽ ഇത്രയും സാധനം ഇല്ലേ. നമ്മള് പാത്രം ഇനി പാത്രം ഇല്ല കൂടുതലെ. പാത്രം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി പാത്രം ഇല്ല, എന്റെ കൈ കാശുമില്ല. അയ്യോ, നമ്മൾ വാങ്ങിച്ചിരിക്കും. സത്യം പറഞ്ഞാൽ ഈ നോൺ സ്റ്റിക്ക് ഭയങ്കര അൺഹെൽത്തി ആണ്. കുറെ കോട്ടിങ്ങും നമ്മൾ 5 ലെയർ ഉള്ളെങ്കിലും വാങ്ങണം അല്ലേ. 5 ലെയർ ഉള്ള കോട്ടിംഗ് എങ്കിലും വാങ്ങണം. എങ്ങനെയായാലും നമുക്ക് ഗ്രാനൈറ്റ് വില നോക്കി വാങ്ങിക്കും. പക്ഷെ ഈ അടുപ്പത്തുനിന്ന് വെക്കുമ്പോഴേ അതിൽ നിന്ന് പൊരിഞ്ഞ് ഇളകി നമ്മൾ അതുകൂടെ ആയിരിക്കും തിന്നുന്നത്. ചൂട് ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കരുത്, അതിൽ നിന്ന് പൊരിഞ്ഞിളകും. എങ്ങനെ പോയാലും കൈസ് ഒരു 2 വർഷമൊക്കെ ഈ സാധനം ഉപയോഗിക്കാതെ പോകണം. അതുകൊണ്ട് ഞാൻ ഒരു ബിരിയാണി ഇടാം. നമുക്ക് മന്തി ബിരിയാണി ഒക്കെ വെക്കാൻ വേണ്ടി കട്ടം കുടിച്ചോണ്ടേ നമുക്ക് ജോലിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങാം. ഇല്ലേ മൃദുലേ? നമ്മള് ഇന്നത്തെ ഷോപ്പിംഗ് പറഞ്ഞാൽ 4 മണിക്കൂർ. നമ്മൾ കുഞ്ഞിന്റെ മറ്റേ ബാസ്ക്കറ്റ് എടുത്തത് 5 മണിക്കൂറാണ് അവർ ടൈം. അതിനകത്ത് നമ്മൾ 1 മണിക്കൂർ 100 റുപ്പീസ് അല്ല 500 രൂപ എടുത്തിട്ട് ഓരോ മണിക്കൂറും 100 രൂപ വെച്ചിട്ടാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. 100 രൂപയാണ്. അപ്പോൾ 4 മണിക്കൂറാണ് നമ്മളത് മൊത്തം സ്പെൻഡ് ചെയ്തത്. 4 മണിക്കൂർ കൊണ്ട് വാങ്ങിച്ച സാധനങ്ങൾ ഇത് ഇത്രയും ഉണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പം കഴുകിയിട്ട് സിപ്പ് ബാക്കിലാക്കി വെക്കുക. സിബ്ലാഗോ എന്തിനാ നീ പണയുന്ന നിന്റെ സിബ്ലാഗ്? നിനക്ക് എന്നാ സിബ്ലാഗ് ഉണ്ടായി? ഞാനത് ചോദിക്കുമെന്ന് ചോദിച്ചു, തന്നെത്താനെന്ന് ചോദിച്ചല്ലേ എന്നോട്ടാണ് സിബ് ബാഗിലൊക്കെ ഇട്ട് വെക്കാൻ തുടങ്ങിയത്. ഇനി ഗൈസ് ഇനിയിപ്പം അമ്മയും അച്ഛനൊക്കെ ഇപ്പൊ ഉടനെ പോകും. ഇനി അവര് പോകുമ്പോ പിന്നെ ഇനി കുക്കിംഗ് ഒക്കെ ഞാനായിരിക്കും. പിന്നെ കുക്കിംഗ് തന്നെ ഞാനായിരിക്കും. അപ്പൊ ഞാനിതെല്ലാം ഇപ്പോഴേ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ അടുക്കള കിടന്നിന് വരവാൻ പോകുന്ന ഞാനായിരിക്കും. അപ്പൊ ഞാൻ കേറണ്ട അടുക്കള. അത് അങ്ങനെയല്ല ഗൈസ്. കുഞ്ഞിനെ സത്യം പറഞ്ഞാൽ അടുക്കള നമുക്ക് പിന്നെ നോക്കാം, കുഴപ്പമില്ല. പക്ഷെ കുഞ്ഞിന്റെ ആയിട്ട് നോക്കാൻ മൃദുലേക്കേ പറ്റത്തുള്ളൂ. എന്നെ കൂടെ പറ്റത്തില്ല കുഞ്ഞിനെ കരച്ചിൽ മാറ്റാൻ. ചൂടെടുക്കുന്ന നമുക്ക് ഇവിടെ ഫാൻ വേണ്ടേ? ഇവിടെ ഫാൻ വേണം ഗൈസ്, സീരിയസ്ലി. ചൂടെടുക്കുന്നുണ്ടല്ലേ? ചിക്കൻ മേലല്ലേ, ഡീപ് ഫ്രീസിലല്ലേ. അപ്പൊ ഇത് ഓൺ ആക്കണമല്ലോ. ഓൾ സീസണാണ് കിടക്കുന്നത്. ഇത് ബീഫ്, ഇത് ചിക്കൻ. ബീഫ് നമുക്ക് വെക്കാം, ചിക്കൻ നമുക്ക് ഇപ്പം വെക്കാം കറിക്ക്. ഇപ്പൊ നമുക്ക് ചോറിനൂടെ ചിക്കൻ കറി വെക്കാം. നമ്മുടെ ഓട്ട ചിക്കൻ കറി. അതെ, നമ്മളെ കുക്കർ ചിക്കൻ കറി, ഫാസ്റ്റ് ചിക്കൻ കറി. അയ്യോ, ഓട്ട ചിക്കൻ കറി അതിന്റെ പേര്. നമ്മളിട്ട പേരാ. ഇതൊക്കെ ആരെടുത്തതാ? ഞാൻ എടുത്തതാ. ഇതൊക്കെ ഇപ്പൊ എടുത്ത് അത് കണ്ടില്ലേ? ഞാൻ എടുത്തായിരുന്നു. ഈ മുട്ടയിൽ ഒരു മുട്ട പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ്ടാ ക്രാക്കിട്. അയ്യോ, ഇതെന്തിനു വാങ്ങിച്ചാ കണ്ടില്ലേ? ഇപ്പൊ പൊട്ടിയതാ? പൊട്ടിയതാ? അവിടുന്ന് പൊട്ടിയല്ലേ? അല്ല അല്ലല്ല, എന്റെ കൈ പൊട്ടിയതാ. അന്ന് മണി 9:10 ആയേട്ടാ. നമുക്ക് വിശക്കും. ഞാൻ ഇന്ന് ഉച്ചക്ക് ചോറ് പോലും തിന്നില്ല. തിന്നില്ല? പഴകഞ്ഞി കുടിച്ചോണ്ട് ഞാൻ പിന്നെന്താ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നത് കഴിച്ചൂടായിരുന്നു? സമയം കിട്ടിയോ? എങ്ങനെയുണ്ട്? തേയിലെല്ലാം കൂടെ നമ്മുടെ ഹോട്ട ചിക്കൻ കറി കുക്കറിനകത്ത് ചടപടാന്നാക്കാം. നമ്മൾ അരിഞ്ഞെല്ലാം ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടൊരു ലുക്കും തോന്നില്ലല്ലേ? പക്ഷെ കറി സൂപ്പർ ആയിരിക്കും. വെക്കുവാക്കാം. കുക്കറടിച്ച് ടേബിളിന് നമ്മൾ കവർ വാങ്ങിച്ചായിരുന്നു കേട്ടാ. ഒന്നിക്കൊന്നും തെറിക്കല്ലേ. എന്താ ചിക്കന് ഒരു തുള്ളി വെള്ളം ഒഴിച്ചില്ല. പക്ഷെ എന്തോ ഒരു വെള്ളം ഇറങ്ങി നോക്കണം. ക്യാപ്സിക്കം ആദ്യമേ ഇട്ടാലേ അതിന് വെന്തങ്ങ് പിരിന്നു പോകും. ആ ഒരു ക്രിസ്പി കിട്ടത്തില്ല. നമുക്ക് ക്യാപ്സിക്കം ലാസ്റ്റ് ഇട്ടാൽ. നമ്മൾ മാഗി ക്യൂബായിട്ട് കേട്ടോ. ഉപ്പുണ്ടോ നോക്കണം. പക്ഷെ ഉപ്പുണ്ട് ഗായ്സ്. കുറച്ച് മല്ലിയില. അടിപൊളിയല്ലേ? സാധനം തെറ്റി. സാധനം നമ്മുടെ ചിക്കൻ കറി ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിക്കാം. ഇപ്പൊ നമ്മള് ബ്ലാങ്കറ്റ് പുതിയ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാങ്കറ്റ് അല്ല മൃദുലേ, സെറ്റ് കംഫർട്ടും ബെഡ്ഷീറ്റും കൂടെ വരുന്ന സെറ്റ്. കണ്ട ഇതിനകത്ത് ചെക്കപ്പ് ഇട്ട് കേട്ടാ. ഇനി ഇതും കഴുകണം. ഭയങ്കര ടൈമിംഗ് ആണ് അവന്. അവൻ മറ്റേ ഇത് സ്നഗ്ഗി മാറ്റുന്ന ടൈമില ഒന്ന് അടുത്തെടുക്കാൻ തിരിയുന്ന ടൈമില് അവൻ സാധിക്കും. 2-3 വേണം കേട്ടോ നമുക്ക്. അവനും കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പൊ അവൻ നമ്മളൊന്ന് അടുക്കാണ് കിടക്കുന്നത്. അപ്പം തൊട്ടില് കിടക്കത്തില്ല. ഇഷ്ടമല്ല തൊട്ടിൽ കിടക്കുന്നത്. രാത്രി തൊട്ടില് കിടക്കത്തേ ഇല്ല. നമ്മൾ രണ്ടുപേരും അടുക്കാണ് കിടക്കണം. അപ്പൊ ആ ചൂട് പറ്റി ഞാൻ കിടക്കുന്നോളൂ. ഇന്ന് നമ്മൾ ഫാൻ ഫിറ്റ് ചെയ്തേട്ടാ. തലാണോറ എന്തൊരു ഭാഷ. ഓ
CBSE CBSE ഇംഗ്ലീഷ് പറഞ്ഞ ഉടനെ പഠിക്കാൻ വിടണം, പഠിക്കാൻ പോണമായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിച്ചത്. ഇംഗ്ലീഷ് മീഡിയം 5 തൊട്ട് ഇംഗ്ലീഷ് മീഡിയം. മലയാളം മീഡിയം കമന്റ് ബിലോ ഗൈസ്. മലയാളം മീഡിയം പിള്ളേരെ പവർ കാണിക്കും. എന്താ ഇംഗ്ലീഷ് മീഡിയത്തിന് എന്താ കുഴപ്പം? നല്ലതാ. ഇവിടൊക്കെ വൃത്തിയാക്കാനുണ്ട് ഇനി. നമ്മളിന്ന് ഫാൻ ഫിറ്റ് ചെയ്തുകൊണ്ട് നമ്മളിന്ന് ഫുള്ള് ബെഡ് എല്ലാം അലങ്കോലമായി.